നമസ്കാരം. വാസ്തു വിചാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ പി ബി രാജേഷ്, ആസ്ട്രോളജർ ആൻഡ് ജം കൺസൾട്ടന്റ്. ഇന്ന് പരാമർശിക്കുന്നത് കുടുംബത്തിലുണ്ടാവുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പരിഹാരങ്ങളാണ് പറയുന്നത്. പല ആൾക്കാരും പരാതിപ്പെടുന്ന ഒരു കാര്യമാണ്, വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ സമാധാനമില്ല, തർക്കം, കലഹം, അല്ലെങ്കിൽ അസുഖങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും. സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. എന്താണ് ഇതിന് കാരണം എന്ന് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതിന് പലപ്പോഴും പല ദോഷങ്ങളും ഉണ്ടാവാം. സ്ഥലദോഷം ഉണ്ടാവും, വീടിൻ്റെ ദോഷം ഉണ്ടാവും, കണക്ക് തെറ്റിയതായിരിക്കാം, അങ്ങനെ പലതും ഉണ്ടാവാം. പക്ഷെ പലരും പലതും നോക്കി തിരുത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ടാവും. ചില തിരുത്തലുകളൊക്കെ മാറ്റാൻ പറ്റാതെ ആയിരിക്കാം. അങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ സിമ്പിളായിട്ടുള്ള റെമഡികളുണ്ട്. ഫെങ്ഷുയി ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു സ്ഥാനം തെറ്റിയിട്ട് ഒരു കന്നിമൂലയിൽ ഒരു ടോയ്ലറ്റ് വരികയാണെങ്കിൽ, ആ ടോയ്ലറ്റിൻ്റെ നേരെ എതിർവശത്ത്, അതിൻ്റെ ഡോർ എവിടെയാണ് വരുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വലിയ മിറർ വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് തുല്യമായിട്ടുള്ള ഫലമാണ് ഉണ്ടാകുന്നത്. അത് അവിടെ നിന്ന് പൊളിച്ച് കളയേണ്ടി വരില്ല. അപ്പോൾ അത് ഉപയോഗിക്കുകയും ചെയ്യാം, ഉപയോഗിക്കാതിരിക്കുകയും വേണ്ട. അങ്ങനെയുള്ള ചില സൂത്ര വഴികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പണം വരുന്നില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാവും. പണം വരാനായിട്ട് ഒരു മണി പ്ലാന്റോ അല്ലെങ്കിൽ ഒരു തവള കോയിൻ, ഗോൾഡൻ കോയിൻ കടിച്ചു പിടിച്ചിരിക്കുന്ന തവളേനെ വീട്ടിലേക്ക് പ്രവേശന കവാടത്തിൻ്റെ അല്ലെങ്കിൽ പ്രധാന വാതിലിൻ്റെ അരികിലായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുബേരൻ്റെ പ്രതിമ വടക്കോട്ട് തിരിച്ചു വെക്കുകയാണെങ്കിലൊക്കെ പണക്കിഴിയായിട്ട് ചുമന്ന് നിൽക്കുന്ന കുബേരൻ്റെ പ്രതിമ വടക്ക് വശത്തേക്ക് നോർത്ത് ഈസ്റ്റിലേക്കൊക്കെ വെക്കാവുന്നതാണ്. അങ്ങനെ വെച്ചാലൊക്കെ വീട്ടിലേക്കുള്ള മണി ഇൻഫ്ലോ കൂടുതലായിട്ട് വരുന്നതാണ്. തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാവുന്നതിന് മിക്കവാറും ഒരു ക്ഷേത്രങ്ങളിലാണെങ്കിൽ ഒരു ഐകമത്യ സൂക്തം, ഭാഗ്യ സൂക്തം, പുഷ്പാഞ്ജലികളൊക്കെ നടത്തുന്നത് പരിഹാരമാണ്. പിന്നെ ചിലപ്പോൾ സ്ഥലത്തിന് ദോഷം ഉണ്ടാവും. അതിനൊരു സ്ഥലരക്ഷ പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ശ്രീചക്രമോ സുദർശന യന്ത്രമോ അങ്ങനെയൊക്കെയുള്ള രക്ഷാ യന്ത്രങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾക്കെല്ലാം മാറ്റം ഉണ്ടാവുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. വിശ്വാസമുള്ളവർക്ക് അതെല്ലാം ചെയ്ത് നോക്കാവുന്നതാണ്. വലിയ എക്സ്പെൻസീവായിട്ടുള്ള പരിഹാരങ്ങളല്ല ഇതൊന്നും. അതുപോലെ തന്നെ പണം അധികമായിട്ട് ചിലവാകുന്നു. പണത്തിൻ്റെ പ്രശ്നമാണ് പലപ്പോഴും കൂടുതലായിട്ട് ആൾക്കാർ വരുന്നത്. നമ്മുടെ വീടിൻ്റെ വാതിലിൻ്റെ കുറ്റി കറക്റ്റായിട്ട് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ പണത്തിൻ്റെ നിയന്ത്രണം നമ്മളുടെ കയ്യിലുണ്ടാവില്ല. അതുപോലെ തന്നെ അലമാരിയുടെ താഴും താക്കോലും മേശയുടെ വലിപ്പിൻ്റെ താക്കോല് ഇതൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. കീയും ലോക്കും വീട്ടിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതെല്ലാം കറക്റ്റ് ആക്കണം. ക്ലോക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് കൃത്യമായിരിക്കണം. അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റാത്ത ക്ലോക്കാണെങ്കിൽ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. നന്നാക്കാൻ പറ്റുന്നതാണെങ്കിൽ സമയമെല്ലാം കൃത്യമായിട്ട് ഓടണം. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ, പഴയ മിക്സി, പഴയ ഗ്രൈൻഡർ, അങ്ങനെ കുറേ സാധനങ്ങൾ വീട്ടിൽ ചിലപ്പോൾ കേടായതിരിപ്പുണ്ടാവും. അയൺ ബോക്സ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നന്നാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉപയോഗിക്കാൻ കൊള്ളുന്നതാണെങ്കിൽ അത് ഉപയോഗിക്കുക, നന്നാക്കുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ പലപ്പോഴും ഈ കുടുംബത്തിൽ കലഹവും ടെൻഷനും ഒക്കെ ഉണ്ടാവുന്നു. ശുഭകാര്യങ്ങൾ നടക്കുന്നില്ല, കല്യാണം നടക്കുന്നില്ല, പല ജാതകങ്ങളും ചേരുന്നുണ്ട് പക്ഷെ കല്യാണം നടക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ മിക്കവാറും ആ വീട്ടിൽ ഒരു താജ്മഹലിൻ്റെ പ്രതിമ ഉണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം നടക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്, വലിയ ബുദ്ധിമുട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വെക്കുന്നൊന്നും കുഴപ്പമില്ല. അങ്ങനെ തടസ്സമുണ്ടാകുന്ന പല വസ്തുക്കളും നമ്മുടെ വീടുകളിലുണ്ടാവാം. അതുപോലെ തന്നെ മരിച്ചവരുടെ ഫോട്ടോ തെക്കോട്ട് തിരിച്ച് ഒരു കാരണവശാലും വെക്കാൻ പറ്റില്ല. അതായത് വടക്ക് വശത്തെ ഭിത്തിയിൽ നിന്ന് തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ മരിച്ചവരുടെ ചിത്രങ്ങളൊന്നും വെക്കാൻ പാടില്ല. എപ്പോഴും വീട്ടിൽ വെക്കേണ്ട ചിത്രങ്ങൾ, ഇപ്പം നമ്മൾ മരിച്ചുപോയ ആൾക്കാരുടെ ഫോട്ടോ, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഫോട്ടോ വെക്കുമെങ്കിലും അത് വെക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. പൂജാമുറിയിൽ ഒരു കാരണവശാലും മരിച്ചവരുടെ ഫോട്ടോ കൊണ്ടുപോയി വെക്കാൻ പാടില്ല. പിന്നെ പൂജാമുറിയിൽ പല ദേവന്മാരുടെ എല്ലാം ഫോട്ടോ വെക്കാറുണ്ടെങ്കിലും പരമശിവന്റെ ഫോട്ടോയാണ് ഏറ്റവും മേളിൽ വെക്കേണ്ടത്. 30 കോടി ദേവന്മാരും ശിവന് താഴെ എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ശിവന്റെ ഫോട്ടോ ആയിരിക്കണം എപ്പോഴും ഏറ്റവും മേളിൽ വെക്കേണ്ടത്. ഗണപതിയുടെ, അയ്യപ്പൻ്റെ ഒക്കെ കൊണ്ടുപോയി മേളിൽ വെക്കാൻ ഒരിക്കലും പാടില്ല. ശിവനെ താഴെ വെച്ചിട്ട് മേളിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ വീടിൻ്റെ പ്രവേശന കവാടത്തിന് നേരെ വല്ല മരങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. അതുപോലെ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് വീടിൻ്റെ റൂമുകളുടെ എണ്ണം. ടോയ്ലറ്റും വാഷ്റൂമും ഒക്കെ ഉൾപ്പെടെ എത്ര മുറികളാണ് വരുന്നത് എന്നുള്ളത്. 8 വരാൻ പാടില്ല. 8, 26, 17 അങ്ങനെയുള്ള 8 ടോട്ടൽ ചെയ്യുമ്പോൾ വരുന്ന നമ്പറുകൾ വരാൻ പാടില്ല. 7, 9 ഒക്കെ ആയാലും കുഴപ്പമില്ല. 8 എന്നുള്ള സംഖ്യ മാത്രം വരാൻ പാടില്ല. അത് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരു ശുഭകാര്യവും നടക്കാനായിട്ട് സാധ്യത വളരെ കുറവായിട്ട് തടസ്സങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ
കലഹം ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. 8 കല്ല് വെച്ച കമ്മലിട്ടാൽ പോലും ദമ്പതികൾ തമ്മിൽ കലഹം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈരക്കല്ലൊക്കെ വാങ്ങുമ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും. വില കുറഞ്ഞ കല്ലാണെങ്കിൽ പിന്നെ പോട്ടേന്ന് വെക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നമ്പറുകൾക്ക് വളരെയധികം സ്വാധീനമുണ്ട്. അതുകൊണ്ട് റൂമുകളുടെ എണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണം. റൂമുകളുടെ എണ്ണം തെറ്റിയാലും പല കാര്യങ്ങളും തെറ്റാൻ സാധ്യതയുണ്ട്. അതുപോലെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എവിടെ നിന്നെങ്കിലും കാണുന്ന സാധനം കുഴപ്പം പിടിച്ചാണെന്ന് അറിയാതെ കിട്ടിയ സാധനമൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ വെക്കും. അതിനൊരു ഉദാഹരണമാണ് പ്രസാദം. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം പൂജാമുറി കൊണ്ടുവന്ന് വെക്കാൻ പാടില്ല, ദേവനെ ചാർത്താൻ പാടില്ല. കാരണം അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാണ്. അത് വീണ്ടും അതേ ദേവന് തന്നെയാണെങ്കിൽ പോലും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ മഹാവിഷ്ണുവിനോ ശ്രീകൃഷ്ണനോ ആ ചന്ദനം വീണ്ടും ചാർത്താൻ പാടില്ല, നമുക്ക് ഉപയോഗിക്കാം. പല ആൾക്കാരും ശബരിമലക്ക് പോയിട്ട് വന്നിട്ട് ആ മാല എടുത്ത് അയ്യപ്പൻ്റെ കഴുത്തിൽ ഇടാറുണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ഉപയോഗിച്ച സാധനം നമുക്ക് തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാമെന്നല്ലാതെ ശബരിമലക്ക് പോയ സാധനം പരിശുദ്ധമായിട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ച് വീട്ടിലിരിക്കുന്ന അയ്യപ്പൻ്റെ ഫോട്ടോയിൽ ഇടും. അത് പല കുഴപ്പങ്ങൾക്കും പിന്നീട് കാരണമാവും. അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് ആ കാര്യവും ശ്രദ്ധിക്കുക.